എൻ്റെ ഈ മുടി ഞാൻ എടുക്കും, അതിനുശേഷം ഈ മീശ മൊത്തത്തിലെടുക്കും, താടിയും എടുക്കും. നോക്കൂ നിങ്ങൾ, താടിയും മുടിയും മീശയും മൊത്തത്തിലെടുക്കും. ഞാൻ പറയുന്ന കാര്യം അതുപോലെ മുഴുവനായിട്ട് നടക്കുന്നല്ല. അതായത് ഒന്ന് രണ്ട് സീറ്റിന്റെ വ്യത്യാസം ഉണ്ടാവും. അല്ലാതെ ഞാൻ പറയുന്ന ട്രെൻഡ് അല്ല കേരളത്തിൽ. അതായത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അതല്ല നടക്കുന്നതെങ്കിൽ ഞാൻ മൊട്ടയടിക്കും, മീശയടിക്കും, താടിയെടുക്കും, എല്ലാം എടുത്തിട്ട് ഇലക്ഷന്റെ പിറ്റേ ദിവസം ഇങ്ങനെ വ്ളോഗ് ഇടും. ഇത് വെല്ലുവിളിയാണ് പൊന്നു മനുഷ്യന്മാരെ. ഇന്നലെ ഞാനൊരു എക്സിറ്റ് പോൾ അപ്ലോഡ് ചെയ്തിരുന്നു. അതായത് 6 മണി വരെ വന്ന അപ്ഡേറ്റ് ആണ്. അതിൽ ഞാൻ പറഞ്ഞിരുന്നു മുഴുവനായിട്ടുള്ള അപ്ഡേറ്റ് ഇല്ല, നാളെ വിശദമായിട്ട് വീഡിയോ ചെയ്യാമെന്ന്. പൊന്നു മനുഷ്യന്മാർ, ഇന്ന് 8 മണിക്ക് ഇരുന്നതാണ്. ഓക്കെ, ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 7 മണി സമയത്താണ്, വൈകുന്നേരം. ഇപ്പോൾ അതായത് ഇതുവരെ ആർക്കാണ് മുൻതൂക്കമെന്ന് കാൽക്കുലേറ്ററിൽ എല്ലാം നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റും ഓരോ മണ്ഡലത്തിലും മെയിൻ ആൾക്കാരോട് ചോദിച്ചുകൊണ്ട് വിശദമായി മനസ്സിലാക്കിയിട്ടാണ് ഇന്ന് എക്സിറ്റ് പോൾ റെഡിയാക്കിയത്. ഒരു കാര്യം പറയാം, ഇന്ന് അതായത് BJPക്ക് ചെറിയൊരു കുഞ്ഞു മേൽക്കയുണ്ട്. അപ്പോൾ നമുക്ക് സർവേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം പറയുകയാണ്, പേഴ്സണലിൽ തെറിയാണ്, ഒറ്റ കിട്ടിക്കഴിഞ്ഞാൽ തീർക്കുമെന്നാണ് ചിലർ പറയുന്നത്. പൊന്നു മനുഷ്യന്മാർ, എനിക്കെന്ത് ഭ്രാന്ത ഇല്ലാത്ത കാര്യം പറയാൻ? എൻ്റെ ചാനലിൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാവൂലേ? ഞാൻ കള്ളം പറയുന്നതാണെങ്കിൽ നിങ്ങൾ നാളെ എൻ്റെ ചാനൽ നോക്കോ. അപ്പോൾ എനിക്കിപ്പോൾ നാളെ ഇപ്പോൾ ഇലക്ഷൻ മറ്റന്നാൾ എണ്ണിക്കഴിഞ്ഞാൽ തീരും, പിന്നെ എനിക്ക് വീഡിയോ ചെയ്യണ്ടേ? അപ്പോൾ നമ്മൾ വെറുതെ അല്ല പറയുന്നത്, ജനങ്ങൾ ആർക്കൊപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നലത്തെ പുതിയൊരു എക്സിറ്റ് പോൾ നോക്കാം. ആദ്യം തിരുവനന്തപുരത്ത് 14 സീറ്റാണുള്ളത്. അതിൽ 6 UDFും 6 LDFും BJPക്ക് ഒരു സീറ്റുണ്ട്. അതേഴ്സ് ഇന്നലെ ഞാൻ പറഞ്ഞു നേമത്ത് BJP ജയിക്കില്ല എന്ന്. പക്ഷെ ഇന്ന് കിട്ടുന്ന അപ്ഡേറ്റിൽ ചെറിയ വ്യത്യാസത്തിൽ നേമത്ത് ശിവൻകുട്ടിയെ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ തോൽപ്പിക്കുമെന്നാണ്. പൊന്നുമനുഷ്യന്മാരെ, തെളിവുണ്ട്. CPM തന്നെ തോൽക്കുമെന്ന് പറയുന്ന, കേരളത്തിൽ ഭരണം പോവുമെന്ന് CPM സമ്മതിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ്. അതായത് വലിയ വലിയ രേഖകൾ കത്തിക്കുകയാണ് CPM, വലിയ ഫയലുകൾ ഇല്ലാതാക്കുകയാണ് CPM ഓഫീസിൽ നിന്ന്. അതായത് UDF ആണ് അധികാരത്തിൽ വരുന്നത്, അതുകൊണ്ട് അഴിമതി നടത്തിയ ഫയലുകളൊക്കെ മാറ്റുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട്. അതൊക്കെ ഞാൻ വെച്ചു തരാം. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട്. അപ്പോൾ കേരളം മൊത്തത്തിൽ 140-ൽ 14 എണ്ണിക്കഴിഞ്ഞു. 6-6-1-1 എന്ന അവസ്ഥയാണ്. കൊല്ലത്തേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ 11 സീറ്റാണ്. 4 LDFും UDFും BJPക്ക് സീറ്റില്ല, അതർസിനും സീറ്റില്ല. അങ്ങനെ മൊത്തത്തിൽ 25 എണ്ണിക്കഴിഞ്ഞു. 11, 12, 1, 1 ഓക്കെ. പൊന്നു മനുഷ്യന്മാരോട് ഒരു കാര്യം പറയുകയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായകരിക്കണം. ഓക്കെ, നമുക്ക് വയനാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മൊത്തത്തിൽ 3 സീറ്റാണുള്ളത്. ഇന്നലെ ഞാൻ പറഞ്ഞത് 3 UDF ജയിക്കുമെന്നാണ്. പക്ഷേ ഇന്ന് നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ് പ്രകാരം പൊന്നു മനുഷ്യന്മാരെ 7 മണിക്ക് തുടങ്ങിയിട്ട് പരിശോധിച്ചിട്ടാണ് പറയുന്നത്. ഇന്ന് കിട്ടുന്ന പ്രകാരം ഒരു സീറ്റ് അവിടെ LDFന് കിട്ടും. ഓക്കെ, അപ്പോൾ 3-ൽ 2 UDFും 1 LDFുമാണ്. കേരളം മൊത്തം നമ്മൾ 140-ൽ 28 എണ്ണിക്കഴിഞ്ഞു. അപ്പോൾ 12 LDFും 14 UDFും 1 BJP, അതർസിനൊരു സീറ്റും കൂടിയുണ്ട്. പൊന്നു മനുഷ്യന്മാരെ, ഞെട്ടിക്കുന്നൊരു വീഡിയോ വന്നിട്ടുണ്ട്. വീഡിയോയുടെ അവസാന ഭാഗം വെച്ച് തരാം. അതായത് VD സതീശൻ പറയുന്നത് മണിയായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ അതായത് VD സതീശൻ പറഞ്ഞതൊക്കെ നടക്കുന്നു എന്ന് പറയുന്ന ഒരു തെളിവാണ്. ആ അർത്ഥത്തിൽ VD സതീശൻ 100 സീറ്റ് കോൺഗ്രസ് നേടുമെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം, അവസാന ഭാഗം വെച്ച് തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ കോഴിക്കോടിലേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ളത് 13 സീറ്റാണ്. LDFന് 5ഉം UDFന് 7ഉം BJPക്ക് സീറ്റില്ല, അതർസിന് 1. അപ്പോൾ കേരളം മൊത്തം 140-ൽ 41 എണ്ണിക്കഴിഞ്ഞു. 17 LDFും 21 UDFും BJPക്ക് 1, അതർസിന് 1. അതിനുശേഷം പത്തനംതിട്ടക്ക് വരികയാണെങ്കിൽ അവിടെ 5 സീറ്റാണുള്ളത്. LDFന് 1, UDFന് 3, BJPക്ക് ഇല്ല, അതർസിന് 1. ആകെ മൊത്തം കേരളത്തിൽ 140-ൽ 46 എണ്ണിക്കഴിഞ്ഞു. 18 LDF, 24 UDF, BJPക്ക് 1, 3 അതർസാണ്. ഓക്കെ, കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ LDFന് 3ഉം UDFന് 6ഉം BJPക്ക് സീറ്റില്ല, അതർസിന് ഇല്ല. ഓക്കെ, അപ്പോൾ കേരളം മൊത്തത്തിൽ 140 എണ്ണിക്കഴിഞ്ഞു. സോറി, കേരളം അത് സ്പീഡായി പറയുന്നത് ഒരു ജസ്റ്റ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, കേരളം മൊത്തത്തിൽ 55 എണ്ണിക്കഴിഞ്ഞു. അതിൽ 21 LDFും 30 UDFും 1 BJP, അതർസിന് സീറ്റൊന്നുമില്ല. പൊന്നുമനുഷ്യന്മാരെ, ഇന്നലെ സൈബർ അറ്റാക്കാണ്, എൻ്റെ ഭാഷ ശരിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കാസർഗോഡ് മംഗലാപുരം ബോർഡറാണ്, മലയാളം പോലും വായിക്കാൻ അറിയില്ല, എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, നമ്മൾ എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ 14 സീറ്റാണുള്ളത്. അപ്പോൾ LDFന് 3ഉം UDFന് 11ഉം BJPക്കും അതർസിനും സീറ്റില്ല. അപ്പോൾ കേരളത്തിൽ 140-ൽ 69 എണ്ണിക്കഴിഞ്ഞു. 24 LDFും UDF 41 BJPക്ക് 1, അതർസിന് 3. UDF തരംഗമാണ് പൊന്നു മനുഷ്യന്മാരെ. ഓക്കെ, നമ്മൾ ഇടുക്കിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ 5 സീറ്റാണുള്ളത്.
3 എൽ ഡി എഫും 2 UDF-ഉം BJP-ക്കും അതർസിനും സീറ്റില്ല. ഓക്കെ, അപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ 74 എണ്ണിക്കഴിഞ്ഞു. അതിൽ 27 LDF-ഉം 43 UDF-ഉം BJP-ക്ക് 1 സീറ്റും അതർസിന് 3 സീറ്റുമാണ്. ഓക്കെ, അപ്പോൾ തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ മൊത്തം 13 സീറ്റാണ്. അതിൽ 4 LDF-നും 8 UDF-നും BJP-ക്ക് സീറ്റില്ല, അതർസിന് 1. ഓക്കെ, അപ്പോൾ കേരളം മൊത്തത്തിൽ 140-ൽ 87 എണ്ണിക്കഴിഞ്ഞു. 31 LDF-ഉം 51 UDF-ഉം BJP-ക്ക് 1, അതർസിന് 4. ഓക്കെ, അതിനുശേഷം പാലക്കാടിലേക്ക് വരികയാണെങ്കിൽ മൊത്തത്തിൽ 12 സീറ്റാണുള്ളത്. 7 LDF-ഉം 5 UDF-ഉമാണ്. ശോഭാ സുരേന്ദ്രൻ തോറ്റിട്ട് തൊപ്പിടുന്നു എന്നാണ് എക്സിറ്റ് പോൾ. അതായത് പൊന്നു മനുഷ്യന്മാരെ, 12,000 ചില്ലാന വോട്ടിനാണ് രമേശ് പിഷാരടി ജയിക്കാൻ പോകുന്നത്. നമുക്ക് മറ്റന്നാൾ കാണാം. ഓക്കെ, എന്തായാലും ഒരു കാര്യം ഉറപ്പറിയാം, ശോഭാ സുരേന്ദ്രൻ തോക്കും. അത്ര നിങ്ങൾ ഇന്ന് അറിഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ തല മൊട്ടടിക്കും. ഞാൻ ഇത് മണിമണിയായിട്ട് നടക്കും എന്ന് പറയുന്നില്ല, 1-2 സീറ്റ് വ്യത്യാസമുണ്ടാവും. ഓക്കെ, നമുക്ക് കേരളം മൊത്തത്തിൽ 99 എണ്ണിക്കഴിഞ്ഞു. 38 സീറ്റ് LDF-നും 56 സീറ്റ് UDF-നും BJP-ക്ക് 1, അതർസിന് 4. ഓക്കെ, അതിനുശേഷം കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ ആകെ മൊത്തം 11 സീറ്റാണ്. LDF-നും 5, UDF-ന് 6, BJP-ക്കും അതർസിനും സീറ്റില്ല. അപ്പോൾ കേരളം മൊത്തം 110 എണ്ണിക്കഴിഞ്ഞു. 43 LDF-ഉം 62 UDF-ഉം BJP-ക്ക് 1, അതർസിന് 4. ഓക്കെ, മലപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ 16 സീറ്റാണ്. LDF-ന് 3, UDF-ന് 13, BJP-ക്കും അതർസിനും സീറ്റില്ല. അങ്ങനെ ആകെ മൊത്തം കേരളം UDF ഭരിക്കുമെന്ന് കൺഫേം ആവുകയാണ്. അതായത് കേരളത്തിൽ 140 എണ്ണിക്കഴിഞ്ഞു. 126 നമുക്ക് റിസൾട്ട് കേരളം ആകെ മൊത്തം 126 എണ്ണിക്കഴിഞ്ഞു. അതിൽ LDF-ന് 46, UDF-ന് 75, BJP-ക്ക് 1, അതർസിന് സീറ്റൊന്നുമില്ല. ഓക്കെ, ആലപ്പുഴ 9 സീറ്റാണ് ആലപ്പുഴയിലുള്ളത്. LDF-ന് 4, UDF-ന് 5. അപ്പം മൊത്തത്തിൽ 135 എണ്ണിക്കഴിഞ്ഞു. 51 LDF-നും 79 UDF-നും BJP-ക്ക് 1, അതർസിന് 4. മഞ്ചേശ്വരത്തേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം, പൊന്നു മനുഷ്യന്മാരെ, എനിക്ക് പറ്റുന്നത്ര സീറ്റ് LDF-ന്, അതായത് LDF-ന്റെ ചില നേതാക്കളും എൻ്റെ കമന്റ് ബോക്സിൽ നിന്ന് ഞാൻ കള്ളനാണ്, വെറുതെ പറയുന്നതാണെന്ന് ഒറ്റ പറഞ്ഞു. അപ്പോൾ 200-300 ഭൂരിപക്ഷത്തിൽ UDF ലീഡ് ചെയ്യുന്നിടത്ത് ഞാൻ സർവേ ചെയ്ത എക്സിറ്റ് പോളിൽ മറ്റേ LDF-നാണ് സീറ്റ് കൊടുത്തത്. അതായത് നിങ്ങൾക്ക് ഒരുപക്ഷെ മറ്റന്നാൾ ഞാൻ പറയുന്നതിനേക്കാളും 5-6 സീറ്റ് UDF-ന് കൂടുതൽ കിട്ടും. എഴുതി വെച്ചോളൂ. പിന്നെ നമ്മൾ പറയുമ്പോൾ ഒരു ക്രെഡിബിലിറ്റി വേണമല്ലോ. അതുകൊണ്ടാണ് ഏറ്റവും കുറഞ്ഞത്, അതായത് ഏറ്റവും കുറഞ്ഞ സീറ്റാണ് UDF-ന് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു പൊട്ടിയിട്ട് കാര്യമില്ല, UDF തരംഗമാണ്. അപ്പോൾ കാസർഗോഡിലേക്ക് വരികയാണെങ്കിൽ പൊന്നു മനുഷ്യന്മാരെ, 5 സീറ്റാണ് ആകെ മൊത്തത്തിലുള്ളത്. സുരേന്ദ്രൻ തോറ്റ് തൊപ്പിടുന്നു മഞ്ചേശ്വരത്ത്. ഓക്കെ, അതായത് 3 UDF-നും 2 LDF-നുമാണ് പൊന്നു മനുഷ്യന്മാരെ. അതിനുശേഷം കേരളത്തിൽ മൊത്തം എൻ്റെ ഈ കണക്ക് പ്രകാരം, അതായത് LDF-ന് കൊടുക്കാവുന്നതിൽ വെച്ചിട്ട് LDF-ന് ഞാൻ അധികം സീറ്റ് കൊടുത്തിട്ടാണ് ഈ ഒരു സർവേ റെഡിയാക്കിയത്. അതായത് ചെറിയ ഭൂരിപക്ഷത്തിൽ, ഇപ്പൊ UDF-ഉം LDF-ഉം നല്ല തമ്മിൽ തല്ലാവുന്നിടത്ത് ചെറിയ ഭൂരിപക്ഷത്തിൽ UDF-നാണ് മുൻതൂക്കമുണ്ടായത്. അപ്പോൾ ഞാൻ LDF-ന് സീറ്റ് കൊടുത്തു. നോക്കൂ നിങ്ങൾ, അങ്ങനെ കൊടുത്തിട്ടും LDF-ന് കിട്ടുന്നത് വെറും 53 സീറ്റാണ്. ഓക്കെ, ഇതിന്റെ അർത്ഥം 90-ൽ കുറയാത്ത സീറ്റിൽ ഒരു പക്ഷേ UDF അധികാരത്തിൽ വരുന്നതിൽ യാതൊരു തർക്കവുമില്ല. പൊന്നു മനുഷ്യന്മാരെ, ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ കേൾക്കണം. അതായത് CPM-ന്റെ ഓഫീസിൽ നിന്ന് ഫയലുകളൊക്കെ തകർക്കുന്ന നീക്കം തുടങ്ങിയിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. മുന്നറിയിപ്പ് നൽകിയത് ആദ്യം കേൾക്കുക. ഇനി സത്യത്തിൽ ഇതിന്റെ ഫാക്ട്സിലോട്ട് പോകേണ്ട സമയമായി. ഗുരുതരമായിട്ടുള്ള, വളരെ സീരിയസ് ആയിട്ടുള്ള കുറേ ഇഷ്യൂസ് ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ആരോപണങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ്. ചിലതൊക്കെ മാധ്യമങ്ങൾ വളരെ വളരെ എന്താ പറയുക, വിത്ത് എവിഡൻസ് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിലോട്ടൊക്കെ നടപടികളിലേക്ക് ചിലപ്പോൾ പോകേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇലക്ഷൻ കഴിഞ്ഞു, പക്ഷെ ഇനിയും 1 മാസത്തോളം ഉണ്ട് റിസൾട്ട് വരാൻ വേണ്ടി. ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളുണ്ട്, ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പല ഗൗരവതരമായിട്ടുള്ള പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ട്. ഈ നമ്മളെ സർക്കാർ സംവിധാനം നമുക്ക് അറിയാവുന്നതുകൊണ്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ടോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്താ പറയുക, വോട്ട് പെട്ടികളും അല്ലെങ്കിൽ പോളിംഗ് മെഷീനുകൾ മാത്രം നോക്കിയാൽ പോരാ. നമ്മളുടെ ഒരു ജാഗ്രത എല്ലാ കാര്യത്തിലും ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇലക്ഷൻ റിസൾട്ടിന്റെ ട്രെൻഡ് എങ്ങോട്ടാണെന്നുള്ളത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി സർക്കാർ സംവിധാനത്തെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഒരു കെയർടേക്കർ ഗവൺമെന്റ് എന്നുള്ള നിലയ്ക്ക് ഐ തിങ്ക് ആ ഒരു ഉത്തരവാദിത്വം നിലവിലുള്ള ഇൻകംബന്റ് സർക്കാരിന്റെ പുറത്ത് ഉണ്ട്. അവിടെയെങ്കിലും ഈ രക്ഷാപ്രവർത്തനം പോലുള്ള വാക്കുകൾ സൃഷ്ടിച്ച് ഒന്ന് ചെയ്യുകയും മറ്റൊരു കാര്യം ചെയ്യുന്ന ആ ഒരു ട്രെൻഡ് വീണ്ടും ആവർത്തിക്കാതിരിക്കുക, അത് അറ്റ്ലീസ്റ്റ് നമ്മൾ എല്ലാവരും കൂടെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രശാന്ത് പറഞ്ഞതിനെ അത്ര ഓഫീസിൽ നിങ്ങൾ കാണുന്നത് പോലെ ഇങ്ങനെയുള്ള ഫയലുകളൊക്കെ മാറ്റുകയാണ്. ഓക്കെ, ഇതാണ് നിലവിലുള്ള ട്രെൻഡ് കാണുന്നത്. പൊന്നുമനുഷ്യന്മാരെ, VD സതീശന്റെ അതായത് ഒരു വീഡിയോ നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട്.
അതായത് വി.ഡി. സതീശൻ പറഞ്ഞത് പുഷ്പം പോലെ നടക്കുകയാണ്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കണം. ഉമ്മൻചാണ്ടി കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ചാണ്ടി ഉമ്മനെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ എന്താ പുതുപ്പള്ളിയുടെ ആകാശത്ത് നക്ഷത്ര ശോഭയോടെ ഉമ്മൻചാണ്ടി ഉദിച്ചുയർന്നു. മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് മകൻ ചാണ്ടി ഉമ്മന്റെ വിജയം. ചാണ്ടി ഉമ്മൻ 36,667 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. ടി തോമസ് കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഉമാ തോമസ് തൃക്കാക്കരയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. ഉമാ തോമസ് തൃക്കാക്കരയിൽ വിജയിച്ചു. ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് ഉമാ തോമസ് തൃക്കാക്കരയിൽ വിജയിച്ചു. 27,112 പിന്നിന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും. രാഹുലിന്റെ ചരിത്ര വിജയമാണ്. പാലക്കാടിന്റെ യുഡിഎഫിന്റെ ഭൂരിപക്ഷം ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം 18,198. വൻ ഭൂരിപക്ഷത്തിൽ യുഡിഎഫ് ആണ് വൻ ഭൂരിപക്ഷം. ഞാൻ വെറുതെ പറയുന്നു, വലിയ ഭൂരിപക്ഷം ഹരിയാണ സാറൊക്കെ ജയിച്ചത്. നിലമ്പൂരിൽ ചെങ്കൊടി താഴുകയാണ്. 14 വർഷങ്ങൾക്ക് ശേഷം നിലമ്പൂരിൽ ചെങ്കൊടി താഴുന്നു. വടകരയിൽ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ ശ്രീ ഷാഫി പറമ്പിൽ ജയിക്കുക തന്നെ ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിലെ താരമായി ഷാഫി പറമ്പിൽ വടകര ഒരു വൻകരയാണ് തന്റേത് എന്ന് ഷാഫി പറമ്പിൽ പ്രഖ്യാപിച്ചത്. വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് കാരണം നല്ല തിരിച്ചുവരും സ്ഥിരമായ ഒരു തിരിച്ചുവരും യുഡിഎഫ് ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ വലിയ മുന്നേറ്റം യുഡിഎഫ് നടത്തിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം കേരളത്തിന്റെ ഒരു തലക്കൽ മുതൽ അങ്ങേ തലക്കൽ വരെ പ്രകടമായ തെരഞ്ഞെടുപ്പ് ഫലം എന്നൊറ്റ നോട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് വിലയിരുത്താം. യുഡിഎഫ് തരംഗം ഉണ്ടാകുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. 100-ലേറെ സീറ്റുമായി യുഡിഎഫ് അധികാരത്തിൽ വരുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. യുഡിഎഫ് 100+, 100+, ഒരു ഡസൻ മന്ത്രിമാരെങ്കിലും പരാജയപ്പെട്ടു. ഒരു ഡസൻ, ചിലപ്പോ 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. നോക്കൂ, ഇദ്ദേഹം പറഞ്ഞത് മണിമണിയായിട്ട് നടക്കുന്ന പൊന്നുമനുഷ്യന്മാരെ സ്പീഡാണ് പറഞ്ഞ സമയമില്ല. അതുകൊണ്ടാണ് കുറേ മനുഷ്യന്മാർ മെസ്സേജ് അയക്കുന്നുണ്ട്, എവിടെ വ്ളോഗ് എവിടെ മറ്റേതെവിടെ, അതുകൊണ്ടാണ് സ്പീഡ് പറഞ്ഞു തീർത്തത്. ഓക്കെ, അടുത്ത വീഡിയോസ് ഇങ്ങനൊന്നുമല്ല, നല്ല കൂളായിട്ടാണ് ഞാൻ പതിവ് സംസാരിക്കൽ. ഇന്നൊന്ന് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത വീഡിയോ മേഡം വരാം. ഓക്കെ, ബൈ.